Hello friends, welcome to channel. 𝙑𝙞𝙙𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വ്ളോഗിംഗ് സെറ്റപ്പ് നോക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി കുറച്ച് നമ്മുടെ പറമ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീടിൻ്റെ പുറത്താണ് ആക്ച്വലി. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നില്ല, അത് ഈ സാധനമാണ്. ഇത് നമ്മുടെ കാറിൻ്റെ ഒക്കെ ഒരു ആൻറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ പറയാം. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ കാറ് നമുക്ക് പാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്കിപ്പോൾ വീടിനുള്ളിൽ അല്ലെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ വെക്കാവുന്ന ഒരു ആൻറ്റി തെഫ്റ്റ് ഡിവൈസാണ് ശരിക്കും. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് ലോക്ക് ആവുന്ന സംഭവമാണ്. കാണിച്ചത് ഇത് വലിയ മെക്കാനിസം കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ സ്റ്റിയറിംഗ് ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യുന്ന ഇതാണ് സ്റ്റിയറിംഗ് ലോക്ക് എന്ന് വേണമെങ്കിൽ പറയുന്നത്. കൂടെ കാണാം ആൻറ്റി തെഫ്റ്റ് സ്റ്റിയറിംഗ് വീൽ ലോക്കാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് വളയില്ല. അപ്പോൾ നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക്കലി ആൻറ്റി തെഫ്റ്റ് ഓഫാക്കിയാൽ തന്നെ നമുക്ക് വണ്ടി എടുക്കണമെങ്കിൽ സ്റ്റിയറിംഗ് വേണമല്ലോ. അപ്പോൾ സ്റ്റിയറിംഗ് ലോക്കായിരിക്കും. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു മെക്കാനിക്കലായിട്ടുള്ളൊരു ആൻറ്റി തെഫ്റ്റ് ഡിവൈസാണിത്. അപ്പോൾ നമുക്ക് ഇതാണെന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ 1200 റേഞ്ചിലേ വരുന്നുള്ളൂ. ഞാനിപ്പോൾ ചിലപ്പോൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമുക്കൊന്നൊരു റേറ്റ് കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതൊരു ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക. എല്ലാ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സുള്ള നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈ വീഡിയോ ഇതിൻ്റെ പ്രൊഡക്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. ആൻറ്റി തെഫ്റ്റ് സ്റ്റിയറിംഗ് വീൽ ലോക്ക് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിം കൊടുത്തേക്കുന്നത് 𝙑𝙘𝙗 എന്നൊരു ബ്രാൻഡാണ് കേട്ടോ. LQ6005. മോസ്റ്റ്ലി എല്ലാ യൂണിവേഴ്സിലാണ് ഇതെല്ലാം, മോസ്റ്റ്ലി എല്ലാ കാറുകൾക്കും ഫിറ്റ് ആകും. പക്ഷേ നമുക്ക് ഈ കവറും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. എനിക്ക് ഞാൻ കവർ ഇട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഫിറ്റ്സ് ഓൾ വെഹിക്കിളിൽ കൂടെ കാണാണ്ട് കണ്ടു. പിന്നെ വെർച്വലി പിക്ക് പ്രൂഫാണ്. യൂണിക് സെക്യൂരിറ്റീസ്, സിലിണ്ടറിക്കൽ കീ ഡിസൈൻ, നമുക്ക് കീ ഉണ്ട് ഇതിന്. അതുപോലെ കോമ്പാക്ട് ഫോർ ഈസി സ്റ്റോറേജ് ആണ്. സ്റ്റിയറിംഗ് വീൽ ക്യാൻ ബി ഫുള്ളി ടേൺ വിത്ത് ഹാമർ ലോക്ക്. അങ്ങനെ സംഭവം ശരിക്കും നമുക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഇല വന്നു. ഹെവി ഡ്യൂട്ടി ലോക്കിംഗ് മെക്കാനിസം ആണ് വിത്ത് യൂണിക് സെക്യൂരിറ്റി, സിലിണ്ടറിക്കൽ കീ ഡിസൈൻ ആണ്. ഫിറ്റ് മോസ്റ്റ്ലി സ്റ്റിയറിംഗ് വീൽസ്, ഈവൻ സ്റ്റിയറിംഗ് വീൽസ് വിത്ത് എയർ ബാഗ്സും പറ്റും. ഇൻസ്റ്റാൾ ഇൻ സെക്കൻഡ്സ് ആണ്. ഹൈ വിസിബിലിറ്റി, ഡിറ്റോർ തീവ്സ് ആണ്. ടഫ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ ആണ്. വിനൈൽ കോട്ടിംഗ് ടു പ്രൊട്ടക്ട് ഇന്റീരിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആർമർ ബാർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് പ്രിവെൻറ്റ് ഓട്ടോ തെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ആർമർ ബാർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് പോകാം. ഈ സൈഡിലായിട്ട് നമുക്ക് വരുന്നത് അതിൻ്റെ സ്റ്റിയറിംഗ് വീല് ലോക്ക് ചെയ്യാൻ വെക്കാൻ ഇത്. പിന്നെ എന്താ വീൽ ലോക്ക് ഔട്ട് ഗോയിങ് ടു ബി. ഇത് ഫുള്ള് നമുക്ക് ജസ്റ്റ് അവർ 2 കീ താഴെ കൊടുത്തിട്ടുണ്ട്. വിൻഡോ താഴെ കീ ആണത്. നമുക്ക് ലോക്ക് ചെയ്യാൻ ആവശ്യം വരും. അപ്പോൾ നമുക്കിത് എന്തായാലും ഇത് നമ്മുടെ ഈ എന്താ പറയുക, ഈ ബോക്സ് പൊളിച്ച് നോക്കണം. സീൽഡ് ബോക്സാണ്, നമ്മൾ പൊളിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ കാറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ കാറിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാറിലെത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം കണ്ടു. ഇങ്ങനെ ഒരു ലോക്കാണ്, വേറെ എക്സ്ട്രാ നമുക്ക് വലിയ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടു. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നമുക്കിപ്പോൾ ക്യാമറ നമ്മൾ കൈ പിടിക്കുന്നതുകൊണ്ട് ഇത് വെക്കാൻ പറ്റില്ല. ഇതിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നിങ്ങൾ തിരിയില്ല, അത്രേ ഉള്ളൂ. വേറെ ഒരു ഹൈടെക് സംഭവം ഒന്നല്ല, നോർമൽ ഒരു ആൻറ്റി തെഫ്റ്റ് ഡിവൈസ് എന്ന് വെച്ചാൽ നമുക്ക് തിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ബാക്കി നമുക്ക് എന്തെങ്കിലും വയറൊക്കെ കട്ട് ചെയ്ത് ഓണാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ സ്റ്റിയറിംഗ് ലോക്ക് പൊളിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷേ സ്റ്റിയറിംഗ് തിരിഞ്ഞില്ലെങ്കിൽ വണ്ടി പോകില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു മെക്കാനിസം സാധനം, നോർമൽ സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊരു കീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതാണ് ലോക്ക് ചെയ്തിട്ട് ഞാനത് വെച്ച് നോക്കിയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതിൻ്റെ മെക്കാനിസം എത്ര ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ട് സംഭവം ലോക്ക് ചെയ്താൽ മതി. നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഇത് എവിടെയാണ് താഴെയുള്ള നോക്കി അവിടെ നോക്കി വെച്ചാലും മതി എന്ന് വെച്ചാൽ, ഇവിടെ വെച്ചാലും മതി എന്ന് വെച്ചാൽ നമുക്കൊരു ഹാഫ് തിരിയുള്ളൂ. അപ്പോഴേക്കും നമ്മളത് ലോക്ക് ആകും. അപ്പോൾ വണ്ടി ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇവിടെ വെച്ചാൽ കുറച്ച് നമുക്ക് ഇവിടെ എന്താ പറയുക, ഈ ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ കുറച്ച് തട്ടലും മുട്ടലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ താഴെ ഇവിടെ നമുക്ക് ഫെനം ഫിക്സ് ചെയ്തെടുത്തിട്ട് ഇതിപ്പോൾ അൺലോക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക വേണ്ട. വേറെ നമുക്ക് ഇതിൻ്റെ കവർ ഇട്ടത് കൊണ്ട് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വലിയ കവറുള്ളവർ നോക്കുക, അത് കൊള്ളില്ല. വലിയ കവറാണെങ്കിൽ നമുക്കിതിൽ ആപ്റ്റ് ആവില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്താൽ കണ്ടോ, ഞാനിപ്പോൾ കാലുകൊണ്ട് പുഷ് ചെയ്താണ്. ജസ്റ്റ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ കാര്യം. അതിൻ്റെ കീയോടെ പോയി നല്ലൊരു വലിയ പ്രൈസൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സെക്യൂരിറ്റി കൂട്ടാൻ, പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിലല്ല പാർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്താൽ നോക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. 2 കീ വരുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒറ്റ കൈ കൊണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ലോക്കാവും. പക്ഷേ നമ്മുടെ ഈ സാധനം കണ്ടു, ഇവിടെ നമുക്കിങ്ങനെ ഒരു ബാർ വരികയാണ്. അപ്പോൾ ബാർ തട്ടുകയാണ്. അപ്പോൾ ബാർ ഇത് ശരിക്കും നല്ല ഹെവി ഡ്യൂട്ടി ബാറാണ്. അത് കട്ട് ചെയ്ത് കളയാണെങ്കിൽ എളുപ്പമൊന്നുമല്ല. അപ്പോൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ഞാൻ തരം ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ആമസോണിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. കളറും അങ്ങനെ അവർ പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോവില്ല. നമ്മുടെ പൗഡർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഡാമേജ് വരാനൊക്കെ ചാൻസ് കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്.
നല്ല പ്രോഡക്റ്റാണ്. ഞാൻ അതുകൊണ്ടാണ് വാങ്ങിച്ചത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് പോകുമ്പോൾ ഞാൻ എന്തായാലും സ്ഥിരം നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് പോകാറ്. അപ്പോൾ ആ ഏരിയയിലൊക്കെ നമുക്ക് പോകുമ്പോൾ ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും വെച്ചിട്ട് പോകുന്ന വെച്ചിട്ടാണ് ഞാൻ വാങ്ങിയത്. വലിയ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല. 1200 രൂപയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിലപ്പോൾ പിന്നെയും കുറഞ്ഞ സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫെസ്റ്റിവലൊക്കെ കാരണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് കേട്ടോ, ഡയറക്റ്റ് പോയി വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് കാണാത്തവർ പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോയിലാണ്.